Good evening all. Welcome to Monolithic. ഇന്നത്തെ വീഡിയോയിൽ വിൽ ബി ഡിസ്കസിങ് മൈ വീക്ക്ലി അനാലിസിസ് ആൻഡ് ഞാൻ എങ്ങനെയാണ് എൻ്റെ ബയസിലോട്ട് എത്തുന്നത് ആൻഡ് വാട്ട് ഓൾ ആർ ദി methods that I use to study the markets. So I'll divide this video into 3 sessions. In the first session, we will discuss the technicals. We'll go through the charts and identify certain levels. Second പാർട്ടിൽ നമ്മൾ ഡേറ്റ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, സോ we want to understand how the bigger players have positioned themselves. And in the third session, we'll combine the first 2 parts and try to form a bias for the coming week. Okay. So, right now I've taken the monthly time frame. So, before going and explaining the charts, I want to share one particular concept. ഓക്കെ, മാർക്കറ്റ്സ് മൂവ് ചെയ്യുന്നത് 2 രീതികളിലാണ്. ഓക്കെ, വി ഹാവ് എൻ അപ് ട്രെൻഡ് ആൻഡ് എ ഡൗൺ ട്രെൻഡ്. ഓക്കെ, ദർ ഇസ് അനദർ മാർക്കറ്റ് what people call this the sideways or a range bound market. People term this as a third way or ഒരു തേർഡ് സിനാരിയോ ആയിട്ട് പറയാറുണ്ട്. ബട്ട് ഐ ആം നോട്ട് കൺസിഡറിങ് ദിസ് ആസ് എ തേർഡ് സിനാരിയോ. ഫോർ മീ ഇറ്റ് ഈസ് ജസ്റ്റ് 2 scenarios in the market, either an uptrend or a downtrend. Okay, and I'll explain how the third scenario comes into my trading style. Okay, അപ്പം എല്ലാം ട്രെൻഡിന് മൂവ് ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ രീതിയുണ്ട്. ഓക്കെ, ദർ ഇസ് എ ഹെൽത്തി വേ ഓഫ് മൂവിങ് ആൻഡ് ആൻ അൺഹെൽത്തി വേ ഓഫ് മൂവിങ്. If the market is moving in a healthy trend, the trend should stay. If the market is moving unhealthy, the trend should reverse. Okay, it is not it wouldn't sustain the levels that it is trading right now. ഓക്കെ, അങ്ങനെയാണ് മാർക്കറ്റ്സ് മൂവ് ചെയ്യുക. സോ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കറക്ഷൻസ്. ഓക്കെ, we try to understand whether the market is healthy or not through corrections. So there are 2 types of corrections. ഒരെണ്ണം പ്രൈസ് കറക്ഷനുമാണ്, മറ്റൊരെണ്ണം ടൈം കറക്ഷനാണ്. സോ മാർക്കറ്റ്സ് ക്യാൻ റീട്രേസ് ഓർ കറക്റ്റ് ത്രൂ പ്രൈസ് മൂവ്മെൻറ്റ്, ഓർ പ്രൈസ് എവിടെയും മൂവ് ചെയ്യില്ല, കുറേ സമയത്തേക്ക് ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നതും ഒരു ടൈപ്പ് ഓഫ് കറക്ഷനാണ്. സോ I'll explain it through a simple line chart. Okay, let's take this as an uptrend. Okay, ഈ uptrendൽ the retracements that you see, these are called price corrections. Okay, the price is moving or coming back to the previous trading range. ഇതിനെയാണ് പ്രൈസ് കറക്ഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് വെൻ ഇറ്റ്സ് ടൈം കറക്ഷൻ, അപ് ട്രെൻഡിൽ തന്നെ ലെറ്റ്സ് സേ ഒരു പോയിന്റിലെത്തുമ്പോൾ ദ മാർക്കറ്റ് ഈസ് ആക്ച്വലി മൂവിങ് സൈഡ് വേസ് ആൻഡ് ദെൻ ദ മാർക്കറ്റ് കണ്ടിന്യൂസ് ദ ട്രെൻഡ്. ഓക്കെ, ഇവിടെ കറക്ഷൻ തന്നെയാണ് നടക്കുന്നത്, ബട്ട് ദ മാർക്കറ്റ് ഈസ് കറക്റ്റിംഗ് ബേസ്ഡ് ഓൺ ടൈം. ഒരു പെർട്ടിക്കുലർ ലെവലിൽ ഒരുപാട് സമയം മാർക്കറ്റ് അവിടെ സ്പെൻഡ് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യുവാണ്. ഓക്കെ, ദേ ആർ ട്രൈങ് ടു മേക്ക് ദാറ്റ് പെർട്ടിക്കുലർ ലെവൽ എ ഫെയർ പ്രൈസ്. ഓക്കെ, ഒരു വാല്യൂ ബേസ്ഡ് മാർക്കറ്റാണ് നമ്മളെപ്പോഴും നോക്കേണ്ടത്. സോ ഇഫ് ദ മാർക്കറ്റ് ഡസൻറ്റ് ഫൈൻഡ് വാല്യൂ at a particular level, it will come back to value through price correction, or it will try to create value in that particular range. Okay, അപ്പോൾ കമ്മിങ് ടു ദി മന്ത്ലി ചാർട്ട്, നമുക്ക് എന്താ മനസ്സിലാവുന്നത് ഇവിടെ? വിൽ ഡിസ്കസ് ഫ്രം 2020 ക്രാഷ്. ഓക്കെ, 2020 കോവിഡിൻ്റെ സമയത്തുള്ള ഫോളോ വെച്ചിട്ട് വിൽ സ്റ്റാർട്ട്. നമ്മുടെ ബേസിക് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തത് 2020 തൊട്ട് ദ മാർക്കറ്റ് സ്റ്റാർട്ടഡ് ടു മൂവ് അപ്പ്. ഓക്കെ, ആൻഡ് ഫ്രം ദെയർ we got a small correction period.
അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ആ പ്രീവിയസ് സ്വിങ് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഐ വിൽ കൺസിഡർ this particular level as a correction period. Okay, the market did not correct or come back into previous trading ranges, but it kind of found a fair value by trading inside a range. Okay, എന്നിട്ട് the market started to move up from here, breaking the previous swing. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള റീസെൻറ്റ് സ്വിങ് ഏതാണ്? ഇതാണ്. ഓക്കെ, ആൻഡ് ഹൗ ഡു യു ഐഡൻറ്റിഫൈ എ ട്രെൻഡ് ടു ബി ഹെൽത്തി? എപ്പോഴും മാർക്കറ്റ് ഒരു റീട്രേസ്മെൻറ്റ് ഓഫ് 50-60% തന്നിട്ട് ഇഫ് ഇറ്റ് ഈസ് മൂവിങ് അപ്പ്, then that is a healthy trend. Okay, if the market is moving like this, it moves up, comes back down a little bit, again moves back, comes back down ഒരു 10% അടുത്തൊക്കെ താഴത്തോട്ട് വന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോവുകയാണെങ്കിൽ ദിസ് ഇസ് നോട്ട് എ ഹെൽത്തി ട്രെൻഡ്. ദിസ് ഇസ് കൈൻഡ് ഓഫ് എൻ ഇമ്പൾസീവ് ആക്ഷൻ ഇൻ ദ മാർക്കറ്റ് വിച്ച് ഇസ് നോട്ട് ഗോയിങ് ടു സസ്റ്റെയിൻ. അപ്പോൾ ഒരു 50-60% മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ then that would be a healthy trend. If the market doesn't move 50%, how do you know that the market is healthy? അപ്പോൾ 50% ഒന്നെങ്കിൽ 50% മൂവ് ചെയ്യണം, അല്ലെങ്കിൽ the market should correct based on time. It will spend some time in that particular range and then try to move. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ കറണ്ട് ട്രെൻഡ് എവിടെയാണ്? Our current trend is from this particular level. ഇവിടെയാണ് ആ പ്രീവിയസ് സ്വിങ് ബ്രേക്ക് ചെയ്ത്. സോ ദിസ് ഇസ് ദ ട്രെൻഡ് ദാറ്റ് വി ആർ ഇൻ റൈറ്റ് നൗ. ആൻഡ് പാസ്റ്റ് ഫ്യൂ മന്ത്സ് വി ഹാവ് ബീൻ സീയിങ് ഫ്യൂ bearish candles. അപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് താഴത്തോട്ട് വീണുകൊണ്ടിരിക്കുക. സോ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദീസ് ക്യാൻഡിൽസ്, what are we seeing right now? We have price correction happening. So the price is trying to come back into a particular zone, find a value there and then bounce back. Right? അപ്പോൾ ഇങ്ങനത്തെ മാർക്കറ്റിൽ നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യേണ്ടത്? മാർക്കറ്റ് മൂവ്സ് അപ്പ്, ഇറ്റ് കംസ് ബാക്ക് അറ്റ്ലീസ്റ്റ് 50%, and then the market would continue its trend to the upside. Okay, that is how the market rebalances itself. Okay. അപ്പോൾ നമ്മൾ ഇവിടെ ഇനി ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത് ഹാസ് ദ മാർക്കറ്റ് റീട്രേസ്ഡ് 50% ഫ്രം ഹിയർ? സോ യു ക്യാൻ യൂസ് ദ ഗാൻ ബോക്സ് ഹിയർ ഓർ ഫിബ് ടൂൾ. നമ്മൾ ഈ പ്രീവിയസ് ഓർ ദ റീസെൻറ്റ് സ്വിങ് ലോ ടു ദ റീസെൻറ്റ് സ്വിങ് ഹൈ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ വാട്ട് ഡു യു സീ ഹിയർ? വി ഹാവ് ദിസ് 50% ലെവൽ. ഓക്കെ, ഐ വിൽ ജസ്റ്റ് mark this 50% level. This comes to 22,565 level, and I'll just mark this level also, which is ഇത് നമ്മുടെ 50% ലെവലും ഇത് നമ്മുടെ 60% ലെവലുമാണ്. ഓക്കെ, സോ റൈറ്റ് നൗ ദ ബേസ്ഡ് ഓൺ ദിസ് ലെവൽ ഇവിടെ വന്നാൽ ബൗൺസ് എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ദിസ് ഈസ് എ പ്രോമിനൻറ്റ് ലെവൽ ഫോർ റിയാക്ഷൻ ഓൺ എ മന്ത്ലി ടൈം ഫ്രെയിം. സോ ഒരു ഹയർ ടൈം ഫ്രെയിമാണ്. സോ റിയാക്ഷൻ വന്നാൽ ദാറ്റ് റിയാക്ഷൻ കുഡ് ബി വെരി ഹ്യൂജ്. ഓക്കെ, നൗ വിൽ ജസ്റ്റ് മൂവ് continue with we'll continue the analysis. We'll move on to the weekly time frame. ഈ വീക്ക്ലി ടൈം ഫ്രെയിമിൽ വാട്ട് ഐ ട്രൈ ടു ഫൈൻഡ് ഔട്ട് ഇസ് ഹൗ ദ മാർക്കറ്റ് ഹാസ് പെർഫോംഡ് ഏർലിയർ ആൻഡ് വേർ ദ മാർക്കറ്റ് ഇസ് കറൻ്റ്ലി ട്രേഡിങ് ഇൻ. ഓക്കെ, അപ്പോൾ സ്വിങ് ഏരിയാസാണ് കൂടുതൽ ഞാൻ ഫോക്കസിൽ വെക്കാറ്. ഇവിടെ നമുക്ക് സ്വിങ് ഏരിയാസ് എന്ന് പറയുമ്പോൾ ദിസ് ഇസ് വൺ ഓഫ് അവർ സ്വിങ് ഏരിയ. ഇപ്പോൾ ഇതൊരു സ്വിങ് ആണ്. ദിസ് ഇസ് എ സ്വിങ് ഹൈ. ദ മാർക്കറ്റ് കെയിം ഡൗൺ. If you have any confusion, you can draw using any tool here. Okay, I'll just give you an example. ഇവിടെ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നു, ഇറ്റ് റീട്രേസ്ഡ് ആൻഡ് അഗെയിൻ ഇറ്റ് ഈസ് കമ്മിങ് ബാക്ക് ഡൗൺ. സോ ദിസ് ഈസ് എ സ്വിങ് ലോ വിച്ച് ദി മാർക്കറ്റ് ബ്രോക്ക്. Correct?
and once the market breaks, okay, basic movement ആണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് തിയറിയിൽ വരുന്ന കാര്യമാണ്. മാർക്കറ്റ് ഒരു സ്വിങ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് എ പോസിബിൾ ചാൻസ് ഫോർ ദി മാർക്കറ്റ് ടു മൂവ് സ്ലൈറ്റ്ലി down and then retrace at least 50% and then continue the trend. I'll give you an example. Market from all time high വീണിട്ടുണ്ടായിരുന്നല്ലോ. So this is the all time high and the market fell till this particular level. So from 26,250 it came down to 23,250. So from here what happened? മാർക്കറ്റ് പിന്നെ ഇവിടെ നിന്ന് റീട്രേസ് ചെയ്തു. How did it retrace? Like how much did it retrace? Just draw a fib from here. നമുക്ക് കണ്ടോ ഇവിടെ 50%, ഷാർപ്പ് 50% you got a retracement and then the market started to continue down. Okay, ഇനി ഈ ഒരു പെർട്ടിക്കുലർ താഴത്തേക്കുള്ള മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ട് വി ഹാവ് എ സ്മോൾ റീട്രേസ്മെൻറ്റ് ഹിയർ ഓൾസോ. I am not considering this area just because swing ലോയുടെ ഉള്ളിലാണ് ഇത് വരുന്നത്. അപ്പോൾ if this candle had broken the swing low, I would have considered this as a retracement. But still, ഒരു റീട്രേസ്മെൻറ്റ് ഒരു പുൾ ബാക്ക് വരുമ്പോൾ I'm just trying to understand whether that is also a good pullback. So from this particular swing high to this bearish candle low ഞാൻ നോക്കുമ്പോൾ I still have this 50% mark tested and then the market came back down again. So I am not considering this particular level. I am only considering this particular swing right now. Okay, and the point of view market is moving like this. So this is a swing and now this particular swing low has broken, and now what do I expect? There is a possible chance for the market to continue this trend down and then move 50% and trend could continue. Okay, so അപ്പോൾ വീക്ക്ലി ചാർട്ടിൽ എനിക്കൊരു ബാരിഷ് സിനാരിയോ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാർക്കറ്റ്. ഇവിടെ നിന്ന് ഞാൻ എൻ്റെ ലെവൽസിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് is to find prominent reaction levels. I do not have any idea on where the market is going. I can't say that the market is going to take a U-turn from here at this point itself. ആ പോയിന്റിൽ എത്തിക്കഴിഞ്ഞ് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നോക്കിയതിന് ശേഷമാണ് എനിക്ക് എൻ്റെ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഐ ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ലെവൽസ് വെയർ ദ മാർക്കറ്റ് വുഡ് റിയാക്ട്. ഓക്കെ, ലെറ്റ്സ് സേ പ്രീവിയസ് ഡേ ഹൈ പ്രീവിയസ് ഡേ ക്ലോസ് ആണെന്ന് വിചാരിച്ചു. എപ്പോഴും മാർക്കറ്റ് ഇഫ് ദ മാർക്കറ്റ് ഈസ് മൂവിങ് അപ്പ് ആൻഡ് നെക്സ്റ്റ് ടൈം വി ഹാവ് എ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ, of course previous day high previous day low is going to be important. Market തിരിച്ച് previous day high വരുമ്പോൾ this should act as a support. It is not sure that the market is going to take a bounce from here. പക്ഷേ ഈ പോയിന്റിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആകാനല്ല, ഇവിടെ നിന്നൊരു ബൗൺസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ദിസ് ബിക്കംസ് എ പോസിബിൾ റെഫറൻസ് സോൺ ഫോർ അസ്. ഒരു റിയാക്ഷൻ നടക്കാൻ സാധ്യതയുള്ള ലെവലാണ്. ഇഫ് ദാറ്റ് ലെവൽ കോയിൻസൈഡ്സ് വിത്ത് യുവർ സ്ട്രാറ്റജി, ദാറ്റ് ഇസ് വെയർ യു പ്ലേസ് യുവർ ട്രേഡ്. So I am just trying to find out possible reaction levels here. So based on the market movement, what I have in mind is I have a bearish market structure currently, and there is a possible chance for the market to move till 22,565. Okay, not exact but still ആ ഒരു റേഞ്ചിലോട്ട് മാർക്കറ്റിന് പോകാൻ സാധ്യതയുണ്ട്. Now we'll move to the lower time frame. Let's just go into the daily time frame. ഈ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ വി ഹാവ് ബീൻ മൂവിങ് ഇൻ എ റേഞ്ച് ബൗണ്ട് മാർക്കറ്റ്. ഓക്കെ, ആസ് ഐ സെഡ് ഏർലിയർ, നമുക്ക് രണ്ട് തരത്തിലുള്ള കറക്ഷൻസ് ആണുള്ളത്. നമുക്ക് പ്രൈസ് കറക്ഷൻ ഉണ്ട്, ടൈം കറക്ഷൻ ഉണ്ട്. സോ ഓൺ എ മന്ത്ലി ടൈം ഫ്രെയിം വി ആർ ഇൻ എ പ്രൈസ് കറക്ഷൻ. സോ on an intraday basis, I'll explain. This is the previous current swing which is important for me. As I said, ഞാനിപ്പോൾ നേരത്തെ വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെനിക്കൊരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്.
ഇവിടെ നിന്ന് മാർക്കറ്റ് സ്വിങ് ചെയ്ത് താഴത്തോട്ട് വന്നു. സോ ഐ ഡോണ്ട് നോ വെദർ ദിസ് ഇസ് എ പെർഫെക്റ്റ് സ്വിങ് ഫോർ മീ. ഓക്കെ, ഈ ലെവലിൽ നോക്കുമ്പോൾ എനിക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു 50% മൂവ് സ്റ്റിൽ ഹിയർ വിച്ച് ഇസ് 23,919. എനിക്കൊരു 50% മൂവ് വരേണ്ട ഒരു സോണാണ്. I'll just mark this as a resistance zone. In case if the market comes into this level this week, we can actually consider this as a resistance level. Okay, daily time frame നോക്കി കഴിഞ്ഞാൽ we get a little more clarity on the swings അല്ലേ. ഇപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വീണു, took the bounce, again market fell from here, took the bounce, and again the market went down. Okay, so we have ഇവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ടൊരു ഫിബ് വരച്ചു കഴിഞ്ഞാൽ this would be 50%. So whenever the market is correcting 50%, that is something that I consider as a strong move, not a healthy move, because bearish markets are not, I wouldn't consider them as healthy. പക്ഷേ ഞാൻ ഇത് സ്ട്രോങ് ആണ്, സ്ട്രക്ചർ സ്ട്രോങ് ആണ്, ട്രെൻഡ് സ്ട്രോങ് ആണെന്ന് പറയും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ഹാവ് മോർ അണ്ടർസ്റ്റാൻഡിങ് ഹിയർ. സി കറണ്ട് സ്വിങ്ങിൽ നിന്ന് ഒരു സ്വിങ് ലോ വരെ നോക്കിയപ്പോൾ the retracement was 50% and the market then came back down. So this is a weekly swing low which got broken, that is the reason why I am bearish right now. നമുക്കൊരു പ്രീവിയസ് സ്വിങ് ലോ ബ്രേക്ക് ചെയ്യുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കറണ്ട് സ്വിങ് ഇസ് ഹിയർ. ഐ എം ജസ്റ്റ് ആൻറ്റിസിപ്പേറ്റിംഗ് ദാറ്റ് ദിസ് ഇസ് ദി ലോ. ഇൻ കേസ് ദ മാർക്കറ്റ് ഇസ് കൺസിഡറിങ് ദ കറണ്ട് ലോ ആൻഡ് ബൗൺസിങ് ബാക്ക് അപ്പ് ഫ്രം ഹിയർ, ഇതൊരു സ്വിങ് ലെവലായിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് സോണായിരിക്കും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക? എനിക്ക് എപ്പോഴും ഞാൻ 50% ലെവൽ കൺസിഡർ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഓൺ എൻ ഇൻട്രാഡേ ബേസിസ് ഐ വുഡ് കൺസിഡർ ദിസ് ആസ് എ 50% ലെവൽ. ഓക്കെ, 50% on intraday. But I said one thing, the markets can move either the markets can correct either 50% or go for a time correction. ഇപ്പോൾ നമ്മളൊരു 1 hour ചാർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വൈ ടൈം കറക്ഷൻ ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. ഫ്രം 13th till 24th നമുക്ക് മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ട് രീതിയിലാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. കറക്റ്റ്. So we have a high here and we have a low here. So the markets have been moving inside a range for the past 2 weeks. Okay, അപ്പോൾ ഇതപ്പോൾ എന്ത് മൂവ്മെൻറ്റാ? പീപ്പിൾ കോൾ ദിസ് റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് ആൻഡ് സൈഡ് വേസ് മാർക്കറ്റ്, ബട്ട് ഐ കോൾ ദിസ് കറക്ഷൻ. ഓക്കെ, എനിക്ക് ഇതൊരു കറക്ഷൻ പീരീഡാണ് ആൻഡ് മാർക്കറ്റ്സ് ആർ ട്രൈയിങ് ടു ഫൈൻഡ് ഔട്ട് വാല്യൂ ഹിയർ. സോ ആസ് ലോങ് ആസ് ദ മാർക്കറ്റ്സ് are bearish and it's trying to find out value here, the markets will move down from here. Okay, ഇത് 50%-ന് പകരം വരുന്ന ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ്. ഇങ്ങനത്തെ മൂവിൽ സൈക്കോളജിക്കലി വാട്ട് പീപ്പിൾ ഡു ഇസ്, ലെറ്റ്സ് സേ സെല്ലേഴ്സും കൺസർവേറ്റീവ് പ്ലെയേഴ്സും അങ്ങനത്തെ പ്ലെയേഴ്സ് സെല്ലിങ് ചെയ്യുന്ന ആൾക്കാർ യൂഷ്വലി ഹാവ് പൊസിഷൻസ് above and below this particular range, and the current range would be a very important zone for everyone. For breakout ചെയ്യുന്ന traders would take breakout positions, they would go for long positions here, which should not sustain actually because the market is in a bearish tone. അപ്പോൾ എനിക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ that sets my ground to enter. Okay, that is my area to enter. I'll plan to enter shorts from here and take a downside trade. I'll go for put longs. In case the market moves down, there is a possible chance that അപ്പോൾ താഴത്തോട്ട് മാർക്കറ്റ് പോകുമ്പോൾ I will not take a random bet because markets can react
ടുവേർഡ്സ് ദി ഇനീഷ്യൽ ബ്രേക്ക്. അപ്പോൾ ഞാൻ ആദ്യത്തെ ബ്രേക്ക് കഴിഞ്ഞ് പിന്നെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും ഞാൻ താഴത്തോട്ട് ട്രേഡ് എടുക്കുക, ഇൻ കേസ് ദർ ഇസ് എ സെൽ ഓഫ് ഇനീഷ്യലി. What I would like to take, I would like to see is, I want a move to the upside and then I would go for a downside trade. So that is how uh, I would like to place myself in the market, so that I have a very small SL and a high reward also. അപ്പോൾ എനിക്ക് ഒരുപാട് നേരം ഹോൾഡ് ചെയ്യാനും പറ്റും. ഐ ഹാവ് എ ഗുഡ് റിവാർഡ്, സോ ഐ ഡോണ്ട് ഹാവ് ടു take huge risk in the market. Now let me just go to lower time frames, and the time frame selection is not fixed. I just look into swing highs and swing lows. എനിക്ക് ഏത് ടൈം ഫ്രെയിമിലാണോ സ്വിങ്ങിൽ ക്ലാരിറ്റി തരുന്നത് ആ ടൈം ഫ്രെയിം ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ പ്രിഫർ ചെയ്യുന്നത് എൻ്റെ അനാലിസിസിന്. സോ ഫോർ ഇൻട്രാഡേ ലെവൽസ്, how do I get my bias? Okay, how do I plan my levels technically? ഞാൻ നോക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ, ഐ ലുക്ക് ഫോർ എക്സ്പ്ലോസീവ് മൂവ്സ് ഇൻ ദ മാർക്കറ്റ്. That is one thing. Second thing that I look for is my 50% rule level. Okay, and the third thing is swing high and swing low. Okay, these are the things that I personally look. പിന്നെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് പൊസിഷണൽ ട്രേഡ്സ്, ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മൈ അപ്രോച്ച് ഇസ് ടു ലുക്ക് ഫോർ റീസെൻറ്റ് സ്വിങ് ലെവൽസ്. ഐ ഡു നോട്ട് ലുക്ക് ഫോർ മാക്സിമം ഞാൻ നോക്കുന്നത് is 3 days max, previous 3 days-ൻ്റെ ഡേറ്റ ആയിരിക്കും ഞാൻ നോക്കുക. or else I would only consider the previous day. That is what I give more importance to, because markets move based on the current reaction. It's not about the like previous marketനെ ബേസ് ചെയ്തിട്ടുള്ള റിയാക്ഷൻ അല്ല, കറണ്ട് റിയാക്ഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ലെവൽസ് കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. So if like we'll just learn study how the market moved on 24th. The market opened here, came back down, moved up. There was some kind of selling pressure here, and the market closed at day low. Okay, so we know that there is selling that happened here, and this was a good explosive move. But and as my usual setup is to find out a good level for entry in this particular trend. അപ്പോൾ എനിക്ക് ഈ സ്വിങ് ഹൈ തൊട്ട് സ്വിങ് ലോ വരെ ഞാൻ മാർക്ക് ചെയ്യുന്നു. ദിസ് ക്യാൻ ബി എ സ്വിങ് ലോ, ബട്ട് റൈറ്റ് നൗ വി ഡു നോട്ട് നോ വെദർ ദിസ് ഇസ് എ സ്വിങ് ലോ ഓർ നോട്ട്. നാളെ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ലോ മാറ്റിയിട്ട് ഗ്യാപ്പ് ഡൗണിൻ്റെ ലോ ക്രിയേറ്റ് ചെയ്യുന്ന എവിടെയാണോ അവിടെ കൊണ്ടുപോയി ഞാൻ പ്ലേസ് ചെയ്യും, ആൻഡ് മൈ ലെവൽസ് വുഡ് ചേഞ്ച് അക്കോർഡിംഗ്ലി. ഫോർ the current analysis, I am just, this would be my ഒരു temporary zone. If the market opens flat, this 50% remains constant. illa if the market moves down from here, എൻ്റെ ലെവൽസ് സ്ലൈറ്റ്ലി ഒന്ന് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദിസ് ഇസ് വൺ ഇമ്പോർട്ടൻറ്റ് സോൺ ഫോർ മീ. 50 to 60% ഞാനിവിടെ മാർക്ക് ചെയ്ത് വയ്ക്കുന്നു. സോ ഇൻ കേസ് ദ മാർക്കറ്റ് കംസ് ബാക്ക് ഇൻ ടു ദിസ് പെർട്ടിക്കുലർ ലെവൽ, എനിക്ക് ഇവിടെ നിന്നൊരു നല്ലൊരു ട്രേഡ് പ്ലേസ് ചെയ്യാം, സോ ദാറ്റ് ഐ ആം എൻറ്ററിങ് അറ്റ് എ വെരി ഗുഡ് റിയാക്ഷൻ ലെവൽ, and I do not have a huge SL planned. I'll have a very small loss for the trade that I'm taking, and I have a good reward also. If the market continues down from here, and the position would be making at least ഇവിടെ 230 പോയിൻറ്റ്സിൻ്റെ അടുത്തുണ്ട്, വിച്ച് മീൻസ് I can easily make above 100 points in my strike, and my losses would be very minimal. I'll keep a 40-point SL, something of that sort. അപ്പോൾ ആ രീതിയിൽ പ്ലാൻ ചെയ്യാം. And if this particular low gets
ബ്രോക്കൺ ഫ്രം ദിസ് ഹൈ, ഇവിടുന്ന് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ടാണ് പോകുന്നതെങ്കിൽ ഐ ഹാവ് എ വെരി ബിഗ് ടാർഗറ്റ് ഇൻ മൈൻഡ്. ഈ 50% വരെ പോവാം, അത് ഈ വീക്കിൽ എപ്പോൾ വേണമെങ്കിലും പോകാം. സോ ഐ ക്യാൻ ടേക്ക് ഇറ്റ് ടു എ പൊസിഷണൽ ലെവൽ ഓൾസോ. സോ ദാറ്റ് ഈസ് ഐ ആം പേഴ്സണലി ലൈക്ക് എൻ്റെ പേഴ്സണൽ സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഐ ടേക്ക് ഇൻട്രാഡേ പൊസിഷൻസ് ആസ് വെൽ ആസ് പൊസിഷണൽ ട്രേഡ്സ് ഓൾസോ. 2-3 ദിവസം ഹോൾഡ് ചെയ്യുന്ന പൊസിഷണൽ ബൈയിങ് ട്രേഡ്സും കൂടി എടുക്കാറുണ്ട്. സോ ബേസ്ഡ് ഓൺ ദാറ്റ്, if this trend sustains, if this levels gets validated and it moves in favor of my analysis, then I'll of course hold the trade till my target gets hit. അപ്പോഴും ഞാൻ നോക്കുന്നത് എൻ്റെ സ്വിംഗ് ലെവൽസ് തന്നെയായിരിക്കും. ഇഫ് വൺ സ്വിംഗ് ലെവൽ ഗെറ്റ്സ് ബ്രോക്കൺ, ഐ വുഡ് എക്സിറ്റ് ആൻഡ് സ്റ്റേ അവേ ഫ്രം ദി മാർക്കറ്റ്സ്. സോ ടെക്നിക്കലി I am bearish, and based on the open I'll plan my trades. Okay, if I have a gap up open, I'll wait for some time because എനിക്ക് റിയാക്ഷൻ വരുന്ന സോൺസ് എവിടെയാണോ, ഇപ്പോൾ ഈ ഹൈ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ റേഞ്ച് ഹൈ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇഫ് ദ മാർക്കറ്റ് ഇസ് മൂവിങ് up initially, I wouldn't buy. I would wait for the market to show some kind of weakness and then I would sell. If the market opens flat, I would not trade for the first 1 hour. ഞാൻ വെയിറ്റ് ചെയ്യും. I want to see a good price action if it is a flat opening, and gap down opening ആണെങ്കിൽ I want the market to get back into this particular Friday's trading range, and then I will plan my shorts, or else there is no trade. Okay, gap down opening ആണെങ്കിൽ no trade at all if it doesn't come back into my previous day's range. Flat opening ആണെങ്കിൽ do not trade for the first 1 hour, then we will plan our trades based on the price action. Gap up opening ആണെങ്കിൽ that is the optimum setup. Gap up opening ആണെങ്കിൽ once the market sets the weakness point, I would plan my shorts from there. അതാണ് എനിക്ക് ഏറ്റവും റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ട്രേഡ് എന്ന് പറയാൻ പറ്റുക. ആ ഒരു റിയാക്ഷൻ ലെവലിൽ നിന്നിട്ട് എനിക്ക് ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ my SLs are going to be very small. Okay, so that is my plan of action technically. Now let's look into the data side. എങ്ങനെയാണ് FIIസും അവരൊക്കെ ബിഗർ പ്ലേയേഴ്സ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്, so that we get more confluence to our analysis. So I have this particular Excel file സെറ്റപ്പ്. ഇത് എൻ്റെ അനാലിസിസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. You can get this data from the NSE site also. So this gives me better understanding. I just have to look into download the data. എനിക്ക് ഇവിടെ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ NSE സൈറ്റിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഡേറ്റ ഗെറ്റ്സ് ഡൗൺലോഡഡ് ആൻഡ് ഇറ്റ് ഗെറ്റ്സ് പ്ലോട്ടഡ് ഹിയർ ഓൾസോ. സോ ദർ ഇസ് നത്തിങ് എൽസ് ടു ഡു ഹിയർ, ജസ്റ്റ് അനലൈസിങ് ദ മാർക്കറ്റ്. So I'm not going to explain this part. This is kind of a complicated part. You don't have to understand that. Just going through the summary for better, just ഒരു ബ്രീഫിംഗ് പോലെ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ജസ്റ്റ് നമ്മളൊന്ന് സമ്മറി മാത്രം ഒന്ന് മനസ്സിലാക്കാം. I do not look into client and DII. I just focus on FIIs and ProDesk people. ProDesk traders, sorry. FIIs DIIസും തമ്മിലുള്ളൊരു കാര്യം, why I am not looking into DIIs is because from my experience I call DIIs as value investors. Okay, they are not trading or investing the markets based on time. Okay, whereas FIIs are called momentum investors. Okay, അവർ മാർക്കറ്റിൽ ഷോർട്ട് ടേം ബെറ്റ്സ് എടുക്കുന്ന ആൾക്കാരാണ്. ദേ വോണ്ട് മൊമെൻറ്റം ഇൻ ദ മാർക്കറ്റ്. they are in search of avenues that give them better returns. If they find that a particular avenue is not going to give them what they have planned, they would take out their money and allocate that money in some other better investment avenue.
Okay, so currently FIAs have been selling our markets. So they have been pulling out their money for the past uh, few months. അതിൻ്റെ അർത്ഥം എന്താണ്? FIAs don't find momentum in our market. Okay, they are not interested in our market right now. That is one thing that we have to keep in mind, and that is the reason as traders, as a trader, I focus on FII data more than other data. So we'll just look into index futures, index call, and index put. FIIs have bought very small 18,841 contracts of index futures. So this is expectation, since it's net bought futures, they are expecting futures to move up, whereas they have net sold index call. Okay, that is a bit aggressive. 2,21,709 contracts net sold ആണ്. Calls short ചെയ്തിട്ടുണ്ടെങ്കിൽ they have a bearish outlook. Okay, index put, they do not have much index put since it's net bought. 1,283, very negligible contract size, so I do not consider this. So just looking into the net sold ratio, FIAs are expecting, or they have positioned themselves aggressively on call side. Aggressive call shots on അവർക്ക്. Okay, that is one thing. Now we'll look into index futures of pro traders. Okay, pro deskലുള്ള ആൾക്കാർ, they have net sold 4,217. Okay, wait a minute. So just looking into client and pro desk, wait a minute, we'll just calculate this. ഇപ്പോൾ നമുക്ക് 15,000 ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ക്ലയൻറ്റ്സ് വാങ്ങിയിട്ടുണ്ട്, പ്ലസ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് പ്രോ ഡെസ്ക് വാങ്ങിച്ചേക്കുന്നത് 19,304. Okay, net bought index futures is 18,841 by FIIs, plus 463 by DIIs. That is also amounting to how much? 19,304. അപ്പോൾ ഇവരെടുത്തേക്കുന്ന പൊസിഷനെ ജസ്റ്റ് കൗണ്ടർ ചെയ്ത ഒരു പൊസിഷൻ മാത്രമാണത്. സോ ഐ ഡോണ്ട് ഹാവ് ടു ഗിവ് ഇമ്പോർട്ടൻസ് ടു, ദേ ഡു നോട്ട് ഹാവ് their positions like aggressive positions on here, index futures also. So FIAs are kind of I would give more weightage to this area. അവർ aggressively call shotsൽ മാത്രമാണ് നിൽക്കുന്നത്. And even if you calculate based on this, ഇപ്പോൾ let's say index call by pro desk is 1,18,923 plus client retailers, basically retailers net bought 1,02,000 ആണ്, and that is amounting to 2,21,709. so when they sold, these guys bought. Okay, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ഒരു സെറ്റപ്പിലാണ്. ഓക്കെ, now let's try to decode this. As I said, ഇവർ aggressive sellers ആണ്. Net index futures is negligible, so I am just ignoring them. Index call by call and put, ഇവർ net bought ആണ്. So 1,18,000 കോൺട്രാക്ട്സ് കോൾസിൽ വാങ്ങി, 1,29,125 പുട്ട്സും വാങ്ങി. സോ ദേ ആർ expecting the markets to move, they have taken a long straddle position. ഇങ്ങനത്തെ ഒരു പേ ഓഫ് ചാർട്ട് കണ്ടിട്ടുണ്ടാവും. ദേ ഹാവ് എ ലോങ് സ്ട്രാഡിൽ, ഇറ്റ്സ് ലൈക്ക് എ വി ഷേപ്പ് പേ ഓഫ് ചാർട്ട്, which means pro desk people are uncertain on the direction. They are uncertain on the direction since they have bought positions here. ഇങ്ങനത്തെ ഒരു സിനാരിയോ വരുമ്പോൾ യൂഷ്വലി I expect the markets to move one-sided. യൂഷ്വലി ഇപ്പോൾ ലോങ് സ്ട്രാഡിൽ പോലത്തെ പൊസിഷൻസ് എടുക്കുന്നത്
is when we expect a huge move to one side. Okay, very explosive move to the upside or downside. Direction clear alla, but there is going to be a one-sided move in the market. So ആ ഒരു മൂവിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയാണ് സ്ട്രാഡിൽസ് ലോങ് സ്ട്രാഡിൽസ് യൂഷ്വലി ബിൽഡ് ചെയ്യാറ്. ഓക്കെ, so they are uncertain, but they are expecting a huge move in the market, and these guys are aggressively bearish. Okay, so based on this data, I can see that markets are not going to recover. Even if you see an upside move tomorrow, they are going to get sold. Okay, അതെനിക്ക് ഷുവറായി. ഇപ്പോൾ I just have to find out where these players have shorted this, and this I can get it through option chain. Okay, ഇവരും പൊസിഷൻസ് ബിൽഡ് ചെയ്തേക്കണം എവിടെയാണെന്നുള്ളത് എനിക്ക് ഓപ്ഷൻ ചെയിനിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സോ ഇൻഡെക്സ് കോൾ ആൻഡ് അൺസർട്ടനിറ്റി. ഓക്കെ, സോ our bias would be a sell on rise market currently, and we'll just try to identify where these players are actually build their positions. So ഇതാണ് ഓപ്ഷൻ ചെയിൻ. I'll just reload this. നമ്മുടെ I'm just going to look for certain OI data. Call side നോക്കുമ്പോൾ what I can see is there is a 2,13 contract, 2,96 also here. So 23,500, 23,300 and 23,200. These are areas where I would like to focus more, and just looking into change in OI, I can see that there is good build up in these two contracts. So sorry, not this. Okay, 73 and 85. ഇവിടെ വേറെ ഒന്നും അങ്ങനെ ഇല്ല. ഓക്കെ, സോ 23,300 is a reaction level. I can see that they have built positions in 23,300 and 23,500. We'll mark these levels in our charts also. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ there is 2,49,731 contracts here. Okay, പക്ഷേ ഇവിടെ ആൾക്കാർ there is a short like there is a covering that happened here. So 23,000 is gonna get broken for sure if the market this 23,000 has become weak, guys. 23,000 weak ആയി. അപ്പോൾ എനിക്ക് ബെറ്റർ ഏരിയ ടു എക്സ്പെക്ട് ഇസ് 22,700 is a good area, but okay, no, not 22,700. 22,800 is a good area for me, and based on the change in OI, okay, probably we can expect 22,800 levels in our chart, in the coming week. Okay, bearish sentiment തന്നെയാണ്. 22,800 നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. 22,800 or പിന്നെയുള്ള ലെവൽസ് 22,700 and 22,500 ആണ്. ഓക്കെ, ദീസ് ആർ ലെവൽസ് ലൈക്ക് മാക്സ് ഔട്ട് ലെവൽസ് ആണ്, ലൈക്ക് ലിമിറ്റാണ്. 22,500 വരെ പോകുന്നൊന്നും പറയുകയല്ല, പക്ഷേ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ലെവൽസ് നോക്കുന്ന രീതിയിൽ I would expect 23,000 to get broken tomorrow or like in the coming week, and 22,800 to get tested at least. If this levels are sustained, ഇവിടെ പിന്നെയും ബിൽഡപ്പ് കാണുവാണെങ്കിൽ it would get tested. So we'll have to mark 23,500, 23,300 and 23,200, then 22,800, okay, in our charts. So let's mark $23,200,
23,300, 23,500. Okay, these are levels where we could find resistance. Okay, 23,500, 23 300 and 23,200. And on the downside, 22,800 is a good level. ഒരു ബൗൺസ് കിട്ടാൻ സാധ്യതയുള്ളൊരു ലെവൽ അതാണ്. 22,800. 23,000 is weak, so I am not considering 23,000 ഞാൻ മാർക്ക് ചെയ്യുന്നില്ല. 22,800 is a level that could get tested, and then 22,500 is the next level, which is 50% level. ഈ 50% ലെവലിൻ്റെ അടുത്താണ്. I'll just mark that also. 22,500 is the maximum to 22,500 വരെ മാർക്കറ്റ് പോകുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ് വുഡ് ബി എ ബിഗ് മൂവ്. ഇറ്റ് ഷുഡ് കം. ഇഫ് ഇറ്റ് കംസ് ടിൽ 50%, ദാറ്റ് ഇസ് സൂപ്പർ. നല്ലൊരു ട്രേഡ് കിട്ടും. ബട്ട് ഇൻട്രാഡേ ബേസിസിൽ ട്രേഡ് എടുക്കുമ്പോൾ ദീസ് ലെവൽസ് കുഡ് ഓൾസോ സസ്റ്റെയിൻ. ചിലപ്പോൾ തേഴ്സ്ഡേ കഴിഞ്ഞ് പിന്നെ അടുത്ത എക്സ്പയറി ഫ്രൈഡേ, ഫെബ് എക്സ്പയറി വല്ലതായിരിക്കും നമുക്ക് എന്തെങ്കിലും കിട്ടുക, എന്തെങ്കിലും ഒരു നല്ലൊരു മൂവ്മെൻറ്റ്. സോ 31st കഴിഞ്ഞിട്ടും നമുക്ക് മൂവ്മെൻറ്റ് താഴത്തോട്ട് വരാം. ഇൻ ദ നെക്സ്റ്റ് 5 days anything could happen. So these are the levels that we are actually looking out for. I'll just mark these levels as resistances. ഇതൊക്കെ ഈ ലെവൽസിനൊക്കെ നമുക്ക് ഗ്രീൻ ആക്കാം, so that it is easy to identify. Okay, so that is all about my technicals and my data side. അപ്പം നമുക്ക് എന്തൊക്കെ അറിയാം? FIIs are aggressively selling on calls, aggressive call shots. Okay, pro expecting, like they are uncertain but expecting trend moves. One-sided move പ്രതീക്ഷിക്കുന്നുണ്ട്. And technically speaking, market is time correcting, which is a sign for trend continuation also. So there is a possible chance that we get a downside trend, and I would prefer to take trades based on this. So sell on rise is what I would like to see. And heavy quantity trades ഇല്ലെങ്കിൽ, if I want to add good positions, ഒരു നല്ലൊരു ലോട്ട് സൈസ് കയറണം എന്നുണ്ടെങ്കിൽ I would like to take it from these levels. ഈ റേഞ്ച് ഹൈയോ അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ ലെവലിൽ നിന്നിട്ടോ വല്ലതായിരിക്കും എനിക്ക് ട്രേഡ് എടുക്കാൻ താല്പര്യം. ഇഫ് ദ മാർക്കറ്റ് ഈസ് ഓൺ ദി ഡൗൺ സൈഡ്, I would not jump into a trade. I would wait for the market to react and then trade. Okay, so that is my weekly view, and let's see how the market goes. ഈ വീക്കിലെ ട്രേഡ്സ് എല്ലാം കഴിഞ്ഞ് I'll come up with a analysis video also, how the post analysis, how I traded the current week also. I'll explain how I managed the positions also. So that's it. Thank you for watching, guys. If you have any doubt or any concept that you need clarity in, you can comment your doubts below. I'll post my Telegram link also down below. It's a free learning community. I do not provide any
paid services, or I do not have any mentorship courses running. It's a very open community where we all try to learn more concepts and try to create an advantage or an edge in the market. So it's a very open community. You can share whatever knowledge you have. I'll share whatever I know about the markets and what I personally do. So you can post your doubts there as well. So that's it, guys. Thank you for watching. Bye bye.